ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ തലേ ദിവസം തന്നെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു ഓവർനൈറ്റ് വെക്കണം, രാത്രി ഫുള്ള് വെക്കണം. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു പരുവം ആവും. നല്ല അത്യാവശ്യം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് കറി വയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കറി വയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഒരു 3 സവാള, ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അരിഞ്ഞ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, എല്ലാം നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ആ ഗ്രീൻ പീസും ആ വെള്ളവുമായിട്ട് ഇട്ട് കൊടുക്കണം. അതിലേക്ക് സവാളയ്ക്ക് പുറകിനായിട്ട് തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. പിന്നെ വെളുത്തുള്ളി ഫുള്ള് ചേർക്കണ്ട, കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് ചേർത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത്യാവശ്യം ഗ്രീൻ പീസ് വേവാൻ വേണ്ടിയിട്ട് എത്ര വിസിലടിക്കണോ അത്രയും നേരം ഒന്ന് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊരു 5-6 വിസിൽ അടിച്ച് വന്നപ്പോഴത്തേക്കുള്ളൊരു പരുവമാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറൊന്ന് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മസാല. അപ്പോൾ ഞാൻ ഈസ്റ്റേണിൻ്റെ ബീഫ് മസാലയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം, നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഏകദേശം നല്ല എന്താ പറയണ്ടേ, തേങ്ങ അരയ്ക്കാതെ തന്നെ തേങ്ങ അരച്ച രുചിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൽ തേങ്ങ അരച്ചിട്ടില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല കുറുകിയ ചാറായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഏകദേശം കറി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക്, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ആ ഒരു വെളുത്തുള്ളി, അതിൻ്റെ ബാലൻസ് ചെറിയ ഉള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് മസാല കൂടി ഇട്ടാൽ നല്ലതാണ്. ബീഫ് മസാലയോ അല്ലെങ്കിൽ എന്താ പറയുക, ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്താണെങ്കിലും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ആ ഒരു മണം, നല്ലൊരു ഫ്രഷ് മണം നന്നായിട്ട് തന്നെ കിട്ടും കറിയിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.